സൗത്ത് കൊറിയ പള്ളിയിൽ നിന്നുള്ള നോമ്പ് പറയാലോ ഇന്ന്. കൊറിയയിൽ ഒരുപാട് പള്ളികളുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള ഫ്ലാറ്റിനകത്തുള്ള ചെറിയ പള്ളികളുണ്ട്. അപ്പം ആ ഒരു ചെറിയ പള്ളിയാണ് ഇവിടെയുള്ളത്. നോമ്പ് മുറിക്കുന്നതിന് മുമ്പുള്ള നോമ്പുകാരൻ്റെ ദുആ ഏറ്റവും ഉത്തരം നൽകുന്നതിൽ ഒന്നാണല്ലോ. അങ്ങനെ ദുആവും കഴിഞ്ഞ് ബാങ്ക് വിളിയിലേക്കെത്തി. ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ടെങ്കിലും കുറച്ച് പേർ മാത്രമേ പള്ളിയിലോട്ട് ഇന്ന് നോമ്പ് മുറിക്കാൻ വന്നിട്ടുള്ളൂ. കൂടുതലും ഉസ്ബക്കും കസാഖിസ്ഥാനും പെട്ട ആൾക്കാരാണ് ഇവിടെ പള്ളിയിലുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിസ്കാരവും കഴിഞ്ഞ് നമുക്ക് അവരുടേതായ ഒരു ട്രഡീഷണൽ ബിരിയാണിയും നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചിരുന്ന് ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് പേർ ഇങ്ങനെ കഴിക്കുന്നതും ഒരു സുഖം ഉള്ള കാര്യം തന്നെയാണ്. അതിന് ഏറെ ബർക്കത്തുമുണ്ട്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ദുആവും കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മുടെ ക്ലീനിങ് ആണല്ലോ. അങ്ങനെ ക്ലീനിങ് കുറച്ച് പേരടങ്ങുന്ന മലയാളികൾ പൂർണ്ണ സമ്മതത്തോടുകൂടി അതും ഏറ്റെടുത്തു. മാഷാഅല്ലാഹ് നല്ല വൃത്തിയിലും നോമ്പോറ കഴിഞ്ഞു. കട്ടക്ക് സപ്പോർട്ടിന് നിൽക്കുന്ന നസീമയുടെ പാത്രം കൂടി നോക്കാനുണ്ട്. ആരും പറഞ്ഞതൊന്നല്ല, സ്വയം ഏറ്റെടുത്തതാണ്. ഇതാണ് അതിന്റെ ഒരു സ്പിരിറ്റ്. ഷമീറാജിക്ക നോക്കിയേ, വന്നിട്ട് കുറച്ചു നാളെ ആയിട്ടു, പക്ഷെ കൊസോവിന്റെ പള്ളിന്റെ മൊത്തം നേതൃത്വം ഏറ്റെടുത്തതാണ്. ബാക്കി വന്ന ചോറ് ഓരോരാൾക്കായിട്ട് ഇങ്ങനെ പാർസൽ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും ഒരു പൊസോങ് മലയാളി കൂട്ടായ്മയുടെ ഒരു വലിയൊരു നോമ്പുതുറയുണ്ട്. ആ നോമ്പുതുറയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിൽ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. അസ്സലാമു അലൈക്കും.